ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തിയതോടെ അനന്തപുരി അമ്പലമുറ്റം പോലെ പ്രാർത്ഥനാ നിർഭരമായി. അഭീഷ്ട വരദായിനിയായ ആറ്റുകാലമ്മ എങ്ങും നിറഞ്ഞു നിന്നു. അടുപ്പിലേക്ക് തീ പകർന്ന നിമിഷം ചെണ്ടമേളവും വായ്ക്കുരവയും കതിനവിടിയും അകമ്പടിയേകി. തൊട്ടടുത്ത നിമിഷം വായ്ക്കുരവുകളുടെ അകമ്പടിയോടെ അടുപ്പുകളിലേക്കുള്ള അഗ്നിപ്രയാണത്തിന് തുടക്കമായി. ദേവിയെ സ്തുതിച്ച ഭക്തർ അടുപ്പുകളിൽ അഗ്നി പകർന്നു. കഠിനവ്രതം നോറ്റെത്തിയ സ്ത്രീലക്ഷങ്ങൾ ആ പുണ്യമുഹൂർത്തത്തിലേക്ക് സ്വയം സമർപ്പിതരായി. കത്തിച്ചൂലിക്കുന്ന സൂര്യനോ അടുപ്പിൽ അഗ്നിയിൽ നിന്നുള്ള കടും ചൂടോ ഭക്തരെ തളർത്തിയില്ല. കലത്തിലേക്ക് അരിമണികൾ അർപ്പിക്കുമ്പോൾ പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. പൊങ്കാലയ്ക്കൊപ്പം പ്രാർത്ഥനകളും അവർ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചു. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ വരെ പൊങ്കാല അടുപ്പുകൾ നിരന്നു. പലയിടങ്ങളിലും 2-3 വരികളായാണ് അടുപ്പുകൾ നിരുന്നത്. തലേദിവസം തന്നെ നിരത്തുകളിൽ അടുപ്പൊരുക്കി ദേവിയെ ധ്യാനിച്ച് കാത്തിരുന്നത് ആയിരങ്ങളാണ്. നഗരത്തിന്റെ മുക്കും മൂലയും പൊങ്കാലക്കലങ്ങളാൽ നിറഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ പൊങ്കാലയ്ക്കെത്തിയെന്നാണ് നഗരക്കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരും വിദേശികളും പൊങ്കാലയുടെ പുണ്യം നുകരാനെത്തിയിരുന്നു. പൊങ്കാല ദിനത്തിൽ പുലർച്ചെ നട തുറക്കും മുൻപേ ദർശനത്തിനായി ആയിരങ്ങളാണ് എത്തിയത്. സംഘടനകളും സ്ഥാപനങ്ങളും ഭക്ഷണങ്ങളും പാനീയങ്ങളും ഭക്തർക്ക് സുഭിക്ഷമായി വിളമ്പി. 2:15 നിവേദ്യം. ക്ഷേത്രനടയിലെ പണ്ടാരയെടുപ്പിൽ നിവേദിച്ച ശേഷമാണ് മറ്റ് കലങ്ങൾ നിവേദിക്കുന്നത്. ഇതിനായി 350 പൂജാരിമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. നിവേദ്യം കഴിയുന്നതോടെ സഫലമായ മനസ്സുമായി ഭക്തർ വീടുകളിലേക്ക് മടങ്ങും. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്.